ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ആയി നിൽക്കുന്നത്. എല്ലാ ന്യൂസും അതിഭീകരമായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ അല്ല കാണിക്കുന്നത്. മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു ഏരിയ നമ്മൾ നിൽക്കുന്ന ഇടത്ത് തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ വാല്യൂ നോക്കിയാൽ 24,793 793 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ മാർക്കറ്റ് വീഴുന്നു, തിരിച്ച് കയറി, തിരിച്ച്. അപ്പോൾ ഈ ഒരു ഏരിയാസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ 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 ഇത് അത്രയും ഹൈറ്റ് പോയിട്ടില്ല. ഇതൊരു ഹെഡ്, ഇതൊരു ഷോൾഡർ, ഇതൊരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇതിനൊരു ചെറിയൊരു അപ് ട്രെൻഡ് റേഞ്ച് വെച്ചിട്ട് അടുത്തൊരു നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25-100 തന്നെയാണ്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിന് ഒരു ചെറിയൊരു അപ് ട്രെൻഡിൻ്റെ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. പക്ഷേ പാറ്റേണിനെ അല്ല നമ്മൾ പഠിക്കാനുള്ളത്, മാർക്കറ്റിൻ്റെ അവസ്ഥയെ വെച്ചിട്ടാണ്. മാർക്കറ്റിൻ്റെ അവസ്ഥയിൽ 25-100 പോകുന്നതിന് എനിക്ക് ഉറപ്പില്ല. 25,000 അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സൈക്കോളജിക്കൽ റേഞ്ച് വന്നിട്ട് ചിലപ്പോൾ സെൽ ഓഫ് വന്നേക്കാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. ബിക്കോസ് മേളിലോട്ട് കയറാൻ പ്രത്യേകിച്ചൊരു നല്ലൊരു ഡേറ്റ അവിടെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഡേറ്റ ഡ്രിവൺ ആണ് എപ്പോഴും മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഡേറ്റ കാണുന്നില്ല. ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് വീണ്ടും ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് ചെയ്തു, ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ്. അതായത് ഈ ക്യാൻഡിലിൻ്റെ ഹൈയിലേക്കാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ഈ ഒരു ഏരിയയിലാണ്. ഈ ഒരു ടച്ച് ചെയ്ത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ആ ഏരിയയിലായിരിക്കും നമ്മളിന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് രണ്ട് ഡയറക്ഷൻ, ബൈ ഡയറക്ഷനാണ്. അതിൽ ഒന്നുകിൽ മുകളിലേക്ക് കയറാം, ഇല്ലെങ്കിൽ മാർക്കറ്റിന് ഈ ഒരു ലോ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈൻ. ഓക്കെ, ഈ ഒരു ലൈൻ. അപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 24,800 ടു മേളിലേക്കുള്ള ഈ ഒരു സോണിലേക്ക് പോയാൽ നമ്മൾ ബോട്ടം എൻഡ് ടച്ച് ചെയ്യുന്നില്ല, കുറച്ച് മേളിലേക്കാണ്. സോ മാർക്കറ്റിന് ഒരു കൺസോൾഡേറ്റ് ചെയ്യാനുള്ള ബ്രീത്തിങ് സ്പേസ് അവിടെ കിട്ടും എന്നുള്ളതാണ്. ഇതിൻ്റെ ലോ പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അടുത്തൊരു ടാർഗറ്റ് കിടക്കുന്നത് 24,600 എന്നുള്ളത് തന്നെയാണ്. ആ 600 അതിന് താഴേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. 25,500 ഈ ഒരു ബോട്ടം വരെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് 24,720 മേളിലായതുകൊണ്ട് തന്നെ 880 സ്ഥിരം പറയുന്ന 880 ആണ്. ആക്ച്വലി 880 ആണ് ഇവിടുത്തെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ ഇതിപ്പോൾ ഞാൻ 4 hour ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. 880 ഒരു അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ഈ ഒരു ഏരിയ, ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഈ വീഴാൻ പോയപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട്, ഈ ഒരു ഏരിയ എല്ലാം 880 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് എൻ്റെ സ്റ്റുഡൻസിനകത്ത് എല്ലാ പേർക്കും പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയ ആണ് 440, 880 എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. അപ്പോൾ ആ 880 വേണമെങ്കിൽ ഒരു ലൈനായിട്ട് തന്നെ ഇട്ടിരിക്കാം. ഓക്കെ, ഈ 880 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ച് വന്നു കഴിഞ്ഞാൽ 880, 960, 25,000 എന്നുള്ള ഏരിയ ആണ്. ഈ ലൈൻസ് കംപ്ലീറ്റ്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ റിലയൻസിലാണെങ്കിലോ, റിലയൻസ് സപ്പോർട്ടിലാണ്. HDFC ബാങ്ക് 940 ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ടിൽ എത്തുമ്പോഴേക്കും ബയ്യർ വരികയും, അപ്പോൾ ഒന്ന് ഇത് തിരിച്ച് കയറിയത് കാരണം ഒരു ചെറിയൊരു ഷോർട്ട് കവറിങ്ങിൻ്റെ സാധ്യത കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കുകൾ സപ്പോർട്ട് എത്തിയത് കാരണം ബൈ വന്നു കഴിഞ്ഞാലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ ട്രംപ് നമ്മുടെ ഫാർമ സ്റ്റോക്സിന് ഒരു എന്താ പറഞ്ഞത്, ഒരു 100% ടാരിഫ് എന്ന് പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഫാർമയിൽ സൺ ഫാർമയ്ക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രശ്നം വരാനുള്ള സാധ്യത. പക്ഷേ സൺ ഫാർമയ്ക്ക് ഓൾറെഡി US-നകത്ത് അവർക്ക് സ്വന്തമായിട്ട് ഒരു പ്ലാന്റ് ഉണ്ട്. സോ പ്ലാന്റ് ഉള്ള കമ്പനിക്ക് വലിയ പ്രശ്നമല്ല, ആ ടാക്സ് എക്സെപ്ഷൻ ആണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഫാർമയ്ക്ക് അത് ഡയറക്റ്റായിട്ട് ഭീകരമായിട്ടുള്ളൊരു
അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 24,800 ടച്ച് ചെയ്യാൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളും ഓപ്പൺ ചെയ്തിട്ടൊരു ഗ്രീനിഷ് ക്യാൻഡലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ നിങ്ങൾ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ച് മാത്രം നിങ്ങളുടെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. വെയിറ്റ് ചെയ്യുക. ഇതിന് മേളിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഈ 2 ഏരിയാസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 700 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 600 പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് യെസ്റ്റർഡേസ് ലോ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് ഇരുന്നോട്ടെ. അടുത്ത ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ കൂടെ പോയാൽ ക്രൂഡ് ഓയിൽ ആക്ച്വലി ഒരു ഇടയ്ക്ക് എടുത്തിരുന്നു. അത്യാവശ്യം മാന്യമായിട്ടുള്ള ലാഭം കിട്ടി. അതുപോലെ 900 എത്തിയപ്പോൾ ആക്ച്വലി അത് കറക്റ്റ് 903 വരെ പോയി. എൻ്റെ ടാർഗറ്റ് 904 ആയിരുന്നു. അവിടെ നിന്ന് ഒരു പി എടുത്ത് വെച്ചിരുന്നു. ആ പിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലാഭം കിട്ടി. വലിയൊരു പ്രോഫിറ്റ് അല്ല, കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പോയിന്റ്. കാരണം മാർക്കറ്റ് ഹൈയിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് എടുക്കുന്നത് സ്കാൽപ്പിംഗ് ആണ്, റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലാഭം എടുത്ത് മാറി. ഇത്രയും വലിയൊരു ഫോള് എടുക്കാൻ പറ്റിയില്ല. വളരെ കുറച്ചൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. 2 ട്രേഡ് അതിനകത്ത് എടുക്കാൻ പറ്റി. അപ്പോൾ മോർണിംഗ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എനിക്ക് കുറവായിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഞാൻ ഈവനിങ്ങിൽ ക്രൂഡ് ഓയിലിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. മാർക്കറ്റിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഒരുപാട് പേര് പഠിക്കുന്ന ആൾക്കാർ, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, പഠിക്കുന്നവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൽ ചെറിയ രീതിക്കുള്ള ട്രേഡ്സ് പഠിച്ച് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. സോ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ അടുത്ത് ഈ ഒരു സപ്പോർട്ട് 5800, അതിൻ്റെ ഹൈ എന്ന് പറയുന്നത് നെക്സ്റ്റ് മേളിലേക്കാണ് പോകാൻ സാധ്യതയെങ്കിൽ 5904 അതിൻ്റെ മേളിലത്തെ ടാർഗറ്റ്. സോ ഇത്രയും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. സ്റ്റോക്സ് ആയിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് 24,800 മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും പുതിയ സ്റ്റോക്ക് എടുക്കാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ തരാം. സോ നല്ലൊരു ദിവസം നിങ്ങൾക്ക് കിട്ടട്ടെ. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.